രാഹുൽ, ഈ ഗുരുതരമായി പരിക്കേറ്റവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മിഥില അറിയിക്കുന്നത്. അവരെ കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഈ മൃതദേഹം എപ്പോൾ എത്തിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ? എന്തൊക്കെയാണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ പരിക്കേറ്റ ആളുകളെ എത്തിക്കുകയാണെങ്കിലും കാഷ്വാലിറ്റിയിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ട ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 5 ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ഇവിടേക്ക് മാറ്റുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുപരി കൂടുതൽ ആളുകളെ, പരിക്കേറ്റ ആളുകളെ ഇവിടേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, മരിച്ച 2 പേരുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് ഉടൻ തന്നെ എത്തിക്കും. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ഒരുപക്ഷെ നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്യുക. എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ ഒരു സംഭവമാണ് 2 പേരുടെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ക്ഷേത്ര ഉത്സവം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് വലിയ രീതിയിലുള്ള പടക്കം പൊട്ടിക്കുകയും അതിനിടെ 2 ആനകൾ വിരണ്ടോടുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. 2 ആനകൾ, തിടംപേറ്റിയ 2 ആനകളായിരുന്നു ക്ഷേത്ര അങ്കണത്തിൽ ഉണ്ടായിരുന്നത്. ആ ക്ഷേത്ര അങ്കണത്തിലേക്ക് 2 ഇടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ എത്തുന്നു. അതിനു മുന്നോടിയായി അവിടെ പടക്കം പൊട്ടിക്കുന്നു. അതിനിടയിലാണ്, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ആ പടക്കം പൊട്ടിക്കലിനിടെയാണ് 2 ആനകൾ വിരണ്ടോടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ആളുകൾ അവിടെ നിന്നും കൂട്ടത്തോടെ പേടിച്ചോടുകയും ആ പേടിച്ചോടുന്നതിനിടെ 2 പേർ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ളത്. 2 സ്ത്രീകളുടെ മരണമാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് കുറവങ്ങാട് സ്വദേശിയായിട്ടുള്ള ഏതാണ്ട് 80 വയസ്സോളം പ്രായമുള്ള ലീല, അമ്മുക്കുട്ടി തുടങ്ങി 2 സ്ത്രീകളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഗുരുതരമായി 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ അവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റാളുകൾ ഉണ്ടോ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയേണ്ടത്. താലൂക്ക് ആശുപത്രി കൂടാതെ അവിടെ 2 സ്വകാര്യ ആശുപത്രികൾ കൂടിയുണ്ട്. അവിടേക്ക് കൂടുതൽ പരിക്കേറ്റ ആളുകളെ എത്തിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ തേടുന്നുണ്ട്. അതുടൻ തന്നെ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൊയിലാണ്ടി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണമായതെന്ന സംഭവത്തിൽ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ആ സംഭവ സ്ഥലത്തെ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കെട്ടിടത്തിന്റെ ഓടുകൾ ഉൾപ്പെടെ തകർന്നു വീണിട്ടുണ്ട്. രാഹുൽ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. രാഹുൽ, ആ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചത് കാണാം. ക്ഷേത്രത്തിന് സമീപത്തുള്ള കെട്ടിടങ്ങളാണ്. അവിടെ പോലീസ്, ഫയർഫോഴ്സ് സംഘം ഒക്കെ എത്തിയിട്ടുണ്ട്. കെട്ടിടം തകർന്നിട്ടുണ്ട്, ഓടുകളൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ടിൽ, അതിൻ്റെ പ്രകമ്പനത്തിൽ ഈ കെട്ടിടങ്ങൾ തകർന്നുവെന്നാണോ രാഹുൽ? ഉന്മേഷ്, അല്പം മുമ്പ് ക്ഷേത്രത്തിലെത്തിയ കൗൺസിലർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. അവർ തന്നെ ഈ ആന ഇടയുന്നതിന് മുമ്പ് തന്നെ അവർ വലിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു. ഏറെ നേരം നീണ്ടു നിന്ന ഒരു വെടിക്കെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ആ വെടിക്കെട്ട് നടത്തിയതും. അതിൽ ആദ്യം തന്നെ അവിടെ എത്തിയ ഭക്തജനങ്ങൾ പരിഭ്രാന്തരായി എന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ആളുകൾ പരിഭ്രാന്തരായതിനു പിന്നാലെയാണ് ആന വിരണ്ടോടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ആദ്യം തിടംപേറ്റിയ ഒരു ആന മറ്റൊരു ആനയെ കുത്തുന്നു. അതിന് പിന്നാലെ 2 ആനകളും വിരണ്ടോടുകയായിരുന്നു. അത് ക്ഷേത്രത്തിന് പുറത്തേക്ക് ആ ആനകൾ വിരണ്ടോടി. അത് കണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഓടിയത്. അരമണിക്കൂറിന് ശേഷം, ഏതാണ്ട് അരമണിക്കൂർ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് 2 ആനകളെയും തളയ്ക്കാനായത്. പക്ഷേ അതിനിടയിൽ ഈ സ്ഥലപരിമിതി ഉൾപ്പെടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആന വിരണ്ടോടുന്നതിനെയാണ് 2 പേർ നിലത്ത് വീഴുകയും 2 പേർ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. 30ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ഉന്മേ സൂചിപ്പിച്ച പോലെ തന്നെ ആ ദൃശ്യങ്ങളിലും വ്യക്തമാണ്, ആ വെടിക്കെട്ടിന്റെ ഉഗ്ര ശബ്ദത്തിലാണ് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ഓടുൾപ്പെടെ നിലത്ത് വീണത്. അത് അവിടെ നിന്നുണ്ടായിരുന്ന ജനപ്രതിനിധികൾ നമ്മളോട് നേരിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് എന്താണെങ്കിലും അനിവാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പരിധിയിൽ കൂടുതൽ ഈ വസ്തുക്കൾ ഉപയോഗിച്ചാണോ ഈ വെടിക്കെട്ട് നടത്തിയത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ പരിശോധന എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണെങ്കിലും അവിടുന്ന്
ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ക്ഷേത്രത്തോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ഉഗ്രശബ്ദത്തിൽ ഏതാണ്ട് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു വെടിക്കെട്ട് നടത്തിയത്. അതേ തുടർന്നാണ് ആളുകൾ പരിഭ്രാന്തരാവുകയും പിന്നാലെ രണ്ട് ആനകൾ വിരണ്ടോടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് രണ്ടുപേരുടെ മരണത്തിലേക്ക് ഈ സംഭവങ്ങൾ എത്തിച്ചിരിക്കുന്നത്. 30ഓളം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ എത്തിക്കും. അത് മാത്രമല്ല, മരിച്ച 2 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇപ്പോൾ നമ്മളുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. ഇപ്പോൾ രാത്രി വൈകിയതിനാൽ ഒരുപക്ഷെ നാളെയായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ 5 പേരെ മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും പരിക്കേറ്റ കൂടുതൽ ആളുകളെ ഇവിടേക്ക് മാറ്റുകയാണെങ്കിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലും പൂർത്തിയായിട്ടുണ്ട്. ഉന്മേഷ്. ശരി രാഹുൽ, തുടരുക. മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട്. മിഥില, പുതിയ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നത് കാണാം. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്, ഓടുകളൊക്കെ താഴെ വീണിട്ടുണ്ട്. ഈ വെടിക്കെട്ടിന്റെ പ്രകമ്പനത്തിൽ തകർന്നതാണോ എന്നടക്കം ഇനി അധികൃതർ ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. എങ്ങനെ ഈ കെട്ടിടം തകർന്നു, ഈ വെടിക്കെട്ടിൽ അനുവദനീയമായ കൂടുതൽ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു, അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രഥമ പരിഗണന ഈ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുകയാണ്, അതൊരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ മിഥില? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അപകടം തന്നെ ഉണ്ടായി. നമ്മൾ ഈ ദൃശ്യം കാണുന്നുണ്ട്. മിഥില, ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു സാങ്കേതിക തകരാറുണ്ട്, റേഞ്ച് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ പേര് വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാണ്. കോഴിക്കോട് കൊയിലാണ്ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ പേര് വിവരങ്ങൾ അതിപ്പോൾ രാഹുൽ സുരേഷ് ലഭ്യമാക്കുന്നുണ്ട്. കണക്കനുസരിച്ചാണെങ്കിൽ 31 ആളുകൾ, അതിൽ 2 പേർ മരിച്ചു. അപ്പോൾ 29 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത് കോഴിക്കോട് കൊയിലാണ്ടി ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമാണ്. 31 പേർക്കായിരുന്നു പരിക്കേറ്റത് ആകെ. ഇതിൽ 2 പേർ ആണ് മരിച്ചത്. അപ്പോൾ 29 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 5 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. പരിക്കേറ്റവരുമായുള്ള വാഹനം അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തും. രാഹുൽ, ഈ പരിക്കേറ്റവരുടെ പേരുവിവരങ്ങൾ കൂടി ഇപ്പോൾ അറിയുന്നുണ്ടല്ലോ. 31 പേർക്ക് ആകെ പരിക്ക്, അതിൽ 2 പേരാണ് മരിച്ചതല്ലേ രാഹുൽ? അതെ ഉന്മേഷ്, അതായത് 31 താലൂക്ക് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന കണക്കുകളും വിവരങ്ങളുമാണ് അത്. ആകെ 31 പേരെയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബാക്കി 29 പേരാണ് നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ആ പേര് വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ആദ്യം പുറത്തു വന്ന വിവരം അനുസരിച്ച് ലീല ഉൾപ്പെടെ 2 പേരാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ 29 പേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇനി സ്വകാര്യ ആശുപത്രിയിലെ വിവരങ്ങൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അത് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ വിവരങ്ങൾ കൂടി ഉടൻ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 31 പേർക്കാണ് ആന ഇടഞ്ഞ ഈ സംഭവത്തിൽ പരിക്കേറ്റത്. അതിൽ 2 പേർ ഇപ്പോൾ മരിച്ചു. മരിച്ച 2 പേരാണ് മരിച്ചത്. 29 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അവരുടെ പ്രായം കൂടി പരിശോധിക്കുകയാണെങ്കിൽ 50-60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ കൂടുതലായി ആ ലിസ്റ്റിലുണ്ട്. അവർക്ക് ഓടി മാറാൻ ഒരു പക്ഷേ കഴിഞ്ഞിരിക്കില്ല. ഇത്തരത്തിലൊരു വലിയ പരിഭ്രാന്തിയെ തുടർന്നുള്ള ഒരു ബഹളമുണ്ടാകുമ്പോൾ അതിനിടയിലായിരിക്കും ഇവർക്ക് വീണ് പരിക്കേറ്റത്. 50-60 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട് അക്കൂട്ടത്തിൽ. 70-77 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ ഉണ്ട്. യുവാക്കളും ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 31 പേർക്കാണ് ആകെ ഈ ദുരന്തത്തിൽ പരിക്കേറ്റത്. അതിൽ 2 പേരാണ് മരിച്ചത്. മരിച്ചവരുടെ മൃതദേഹം അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന് രാഹുൽ സുരേഷ് അറിയിക്കുന്നുണ്ട്. ആംബുലൻസ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റത് 5 പേർക്കാണ് എന്ന് നഗരസഭാ വൈസ് ചെയർമാൻ സത്യൻ അറിയിച്ചിരുന്നു. അവരെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. ഇത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചവരുടെ പേര് വിവരങ്ങളാണ്, ഈ 31 പേരുടെ. ഇനി അവിടെ അടുത്തുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ
ദൃശ്യങ്ങൾ ലഭ്യമാകും. 5 പേർക്കാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വെടിക്കെട്ട് നടന്ന ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ഒരു കെട്ടിടം അത് തകർന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ ഒരു ഭാഗത്ത് കാണാം. അവിടെ പോലീസ് ഫയർഫോഴ്സ് സംഘമുണ്ട്. ഈ കെട്ടിടം എങ്ങനെ തകർന്നു എന്നത് ഔദ്യോഗികമായി വിവരം ലഭിക്കേണ്ടതുണ്ട്. വെടിക്കെട്ടിനിടെയാണോ അതിൻ്റെ പ്രകമ്പനത്തെ തുടർന്നാണോ ഇത് തകർന്നത് എന്നറിയേണ്ടതുണ്ട്. അവിടെയുള്ള ഒരു കൗൺസിലർ അത്തരത്തിൽ ഈ വെടിക്കെട്ടിനിടെ പ്രകമ്പനം അതിൽ ഈ കെട്ടിടം തകർന്നു എന്നുള്ള തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. അധികൃതർ തന്നെ അത് വിശദീകരിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കെട്ടിടം തകർന്നു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഓടുകളിലൊക്കെ പോയിട്ടുണ്ട്. കഴുക്കോലൊക്കെ ഒടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നിട്ടുണ്ട്. അത് ഈ വെടിക്കെട്ടിനിടെയാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. 2 ആനകളാണ് ഈ വെടിക്കെട്ടിനിടെ ഇടഞ്ഞത്. 2 ആനകൾ ഇടഞ്ഞു. അതിലൊരാണം മറ്റൊരാനയെ കുത്തി. അങ്ങനെ ആ ആന ഓടുകയായിരുന്നു. തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ആനയും ഓടുന്നു. ക്ഷേത്രവളപ്പിൽ പരിഭ്രാന്തി പടരുന്നു. ആളുകളൊക്കെ ചിതറി ഓടുന്നുണ്ട്. അതിനിടയിലാണ് ഇത്രയധികം ആളുകൾക്ക് വീണ് പരിക്കേൽക്കുന്നത്. 31 പേർക്കാണ് പരിക്കേറ്റത്. ക്ഷേത്രവളപ്പിൽ നിന്നില്ല, ക്ഷേത്രവളപ്പിന് പുറത്തേക്ക് കൂടി ആനകൾ ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ 6 മണി മുതൽ 6:30 വരെ പരിഭ്രാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തായി ഉണ്ടായിരുന്നത്. അത് നേരത്തെ കൗൺസിലർ പറയുകയും ചെയ്തു. അവിടെയുള്ള ആളുകളൊക്കെ ചിതറി ഓടി. പലരും തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെയാണ് ഓടിക്കയറിയത്. അവർ വീടുകളിൽ സുരക്ഷിതമായി തുടർന്നതിന് ശേഷമാണ് ഈ ആനകളെ തളച്ചതിന് ശേഷമാണ് പുറത്തേക്കിറങ്ങിയത്.